ഇന്ന് പിന്നെ കുറെ നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും പ്രവാചക വിമർശനം, ഇസ്ലാം വിമർശനം കഞ്ഞി കുടിക്കാനുള്ള ഏർപ്പാടായി കൊണ്ട് നടക്കുന്നത്. ഞാന് ബാളം വെച്ച് എന്തെങ്കിലും പറയല്ല. നോക്ക്, റബീഉൽ അവലക്കായി എല്ലാ എസൻസ് കോളാമ്പി ചാനലിലും എല്ലാ ദിവസവും ഇതൊരു വഴിപാട് പോലെ വരുന്നുണ്ടല്ലോ വിമർശനമായിട്ട്. കേരളത്തിൽ പ്രവാചക വിമർശനം നടത്തുന്ന ഈ സ്വതന്ത്ര ചിന്ത, യുക്തിവാദ, നാസ്തിക പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ന്യൂട്രലായിട്ട് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു നബിചരിത്ര പുസ്തകം ഫുള്ള് വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി ഫുള്ളായിട്ട് ഏത് നബിചരിത്ര പുസ്തകമാണ് വായിച്ചതെന്ന് വെച്ചാൽ 0 ആയിരിക്കും ഉത്തരം. അതൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് വന്ന പുസ്തകമാണെന്നില്ല, മതേതര സെക്കുലർ കോണ്ടെക്സ്റ്റിൽ നിന്ന് വന്ന പുസ്തകം. ഇപ്പൊ മാർട്ടിൻ ലിങ്സിന്റെ പ്രവാചകൻ, കരൺ ആംസ്ട്രോങ്ങിന്റെ പ്രവാചകൻ, തോമസ് കാർലർഡ്, എഡ്വേർഡ് ഗിബ്ബണ്ടത്, ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അറ്റ് മിനിമം ഒരു അക്കാദമികമായ ഒരു ടെക്സ്റ്റ്, ഒരു യൂണിവേഴ്സിറ്റി ടെക്സ്റ്റെങ്കിലും നബി തിരുമേനിയെ സംബന്ധിക്കുന്ന പുസ്തകം വായിച്ചിട്ടല്ല ഈ പറയുന്ന ഒരു ആണും ഒരു പെണ്ണും നബിയെ എതിർക്കാൻ തുനിയുന്നത്. അല്ല, അവരെന്താണോ എതിർക്കാൻ തീരുമാനിക്കുന്നത് ആ ഹെഡിങ് പോയി ഗൂഗിൾ ചെയ്യും. വിക്കിപീഡിയയിൽ നിന്ന് ഓൾറെഡി റെഡിമെയ്ഡ് ഉത്തരം കോപ്പി പേസ്റ്റ് ഈ പറയുന്ന ChatGPTയിൽ നമുക്ക് എതിർക്കാൻ താല്പര്യമുള്ള കാര്യം പോയി സെർച്ച് ചെയ്യും. പക്ഷെ വിവരമുള്ളവരങ്ങനെയല്ലല്ലോ. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കും, നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസര അറേബ്യക്കാർ. നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. വള്ളത്തോൾ നാരായണ മേനോൻ, പാംസസ്നാനം. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ഇവർക്കിരുട്ടേ പ്രിയമിത്ര മോദിക്കടുക്കയായി കൈത്തിരിക്കൊണ്ടു ചെന്നാൽ, മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. വള്ളത്തോൾ പുണ്യനബിയെ പുകഴ്ത്തി. പിന്നെ ഇന്നത്തെ ഈ നാസ്തിക ഉള്ളിത്തോലുകൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. ഈ ഉള്ളിത്തോലുകൾ പറയുന്നതിനെ കുറിച്ച് വള്ളത്തോൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ? മിഥ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യതൻ വിബോധം, വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും. പാംസുൽക്കരം പറ്റിയ പുണ്യമാനപ്പാർത്തങ്ങു തമ്മാടികൾ കൂകിയാർത്തു. അയ്യയ്യ മൺകൊണ്ട വിശപ്തനായല്ലോ മതസാർവഭൗമൻ. മുഴക്കിയിടുവീൻ ഹേ ജയശബ്ദമെങ്ങും, വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. പാംസസ്നാനം വികസിക്കുന്ന അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കവിത മാത്രം മതി ഇന്നത്തെ ഇസ്ലാം വിമർശന, പ്രവാചക വിമർശന മലയാള സാംസ്കാരിക രംഗം ആലോചിക്കാൻ. എല്ലാത്തിനും അതിന് മറുപടിയുണ്ട്. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. ഇനി അടുത്തൊരു വാക്ക് വള്ളത്തോട് പറയും നോക്ക്. നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസ അറേബ്യക്കാർ എന്നാണ്. അതെങ്ങനെ? അങ്ങനെ കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വരെ ആരാധിക്കപ്പെട്ട കാലം. അത്ഭുതങ്ങൾ എന്ത് കണ്ടാലും അതിനെ ആരാധിച്ചിരുന്ന കാലം. അത്ഭുതങ്ങൾ കണ്ടാൽ അതാണ് ദൈവമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒടുവിൽ എവിടെ എത്തുന്നു? വള്ളത്തോൾ പറയുകയാണ്, നിരീശ്വരത്വത്തിലെത്തും. ബഹുദൈവ വിശ്വാസികളാണ് നിരീശ്വരത്വത്തിലേക്ക് എത്തുക എന്ന് വള്ളത്തോൾ. മാഷാ അല്ലാഹ്, അത് വലിയൊരു ഫിലോസഫിക്കൽ പോയിന്റാണ്. നാസ്തികതയിലേക്ക് പോവുക ആരാന്നറിയോ? ഏതാണോ വലിയ അത്ഭുതം അതിൽ വിശ്വസിക്കുക. ഇപ്പോഴത്തെ എല്ലാ നാസ്തികനും, ഈ നാസ്തികൻ എന്ന് പറഞ്ഞാൽ നാസ്തികനായി ഔട്ട്കം ചെയ്ത ആള് തന്നെ ആവണമെന്നില്ല. മുസ്ലിം നാമധാരികളായി എത്ര പേരുണ്ട് ഈ സെക്കുലർ ലിബറൽ വിശ്വാസവുമായിട്ട് നടക്കുന്നത്? അപ്പൊ അവരുടെയൊക്കെ ഒരു ഉള്ളിലുള്ള സെന്റർ എന്താ? സയൻസ് അല്ലേ വലുത്,
ഞാൻ ആ ഭാഗത്തേക്ക് വിഷയം പോവല്ലേ, തിരിച്ചു വരും. സയൻസ് അല്ലേ വലുത്? എന്ത് ദൈവം, എന്ത് അല്ലാഹ്, എന്ത് മതം? നോക്ക്, സയൻസ് നോക്ക്. ഇവിടെ 2 ആഴ്ച മുമ്പ് എന്താ സിനിമാ നടൻ മമ്മൂട്ടിയുടെ രോഗം മാറിയെന്ന് വിവരം വന്നപ്പോ അതിന്റെ ചുവട്ട് പോലും ലൈവായ ഒരു സംഭവം ഓർത്താണ്. പ്രാർത്ഥനകൾ ഫലിച്ചു, മമ്മൂട്ടി രോഗവിമുക്തനായി. ഇതാണ് വാർത്ത. അതിന്റെ അടിയിൽ പോലും പ്രബുദ്ധ മലയാളിന്റെ മെഴുകൽ എന്താ? എന്ത് പ്രാർത്ഥന! മെഡിക്കൽ സയൻസ് വിജയിച്ചു എന്ന് പറ, ശാസ്ത്രം വിജയിച്ചു എന്ന് പറ. ശാസ്ത്രമാണ് വലുത്, അള്ളാഹു അല്ല വലുത്. ഈ മനോരോഗം ഉണ്ടല്ലോ, ഈ മനോരോഗമാണ് വള്ളത്തോൾ പറയുന്നത്. കണ്ടതിൽ ഈശ്വരത്വം. പഴയകാലത്തും അങ്ങനെയായിരുന്നു. ആദ്യം അഗ്നിദേവന്മാരെയാണ് ആരാധിച്ചത്. ഹോമോസാപ്പിയൻ ഭൗതികമായി ചരിത്രം പരിശോധിച്ചാൽ എന്തുകൊണ്ട്? കാട്ടുകൂടി ജീവിക്കുമ്പോൾ പച്ച ഇറച്ചിയാ തിന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാട്ടിൽ തീപിടുത്തുണ്ടായി വെന്ത ഇറച്ചി തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പൊ വലിയ ശക്തി തീയാന്ന് മനസ്സിലായി, വെയിലാന്ന് മനസ്സിലായി. അങ്ങനെയാണ് അഗ്നിദേവൻ ആരാധിക്കാൻ തുടങ്ങിയത്, സൂര്യദേവൻ ആരാധിക്കാൻ തുടങ്ങിയത്. സൗരാഷ്ട്ര മതം ഉണ്ടായത്. പ്രാചീന മതമാണ് സൗരാഷ്ട്ര മതം. ഖുർആൻ പറയുന്നുണ്ടല്ലോ, മുസ്തൗഖിദീങ്ങൾ, സൗരാഷ്ട്രീയന്മാർ. പിന്നെയാണ് ജലദേവത ഉണ്ടായത്. കാരണം എന്താ? മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവരുടെ എല്ലാ അടുപ്പും കെട്ടുപോയി. അപ്പൊ പിന്നെ അത്ഭുതം വെള്ളം. അപ്പൊ ജലദേവനും ജലദേവതയായി സുപ്രീം. ഇങ്ങനെ എന്താണോ അത്ഭുതം അതിനെ കൊണ്ടുപോയി ആരാധിക്കുക എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിൽ കുറെ ആളുകൾക്ക് അത്ഭുതം ശാസ്ത്രമാണ്. നമ്മൾ ശാസ്ത്രത്തിന്റെ എതിരല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മിയർ എ വെപ്പൺ. സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്. അതൊരു കോണിയാണ്, ഒരു വഴിയാണ്, കാര്യം മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമമാണ്. അതിന് മതമൊന്നുമില്ല. ശാസ്ത്രത്തിന് മതവും ഇല്ല, ശാസ്ത്രത്തിന് നിർമ്മതവും ഇല്ല. ശാസ്ത്രം ന്യൂട്രലായ ഒരു പക്കാ നിരുപദ്രവകാരിയായ ഒരു മാനസിക വൈജ്ഞാനിക മാധ്യമ സമീപനമാണ്. അതിനെ പഠിച്ച് നാസ്തികമൊന്നും ആക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് കാട് കയറി പോവല്ല. പക്ഷെ ഈ ഒരു സ്വഭാവത്തെ വള്ളത്തോൾ അടയാളപ്പെടുത്തി. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. ഇത് വള്ളത്തോളും തുടങ്ങി വെച്ച ഏർപ്പാടല്ല. ഇത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹമാണ് ആദ്യമായി ഈ പാട്ടുപാടിയില്ലെങ്കിലും ഈ ആശയം ലോകത്തിന് മുമ്പിൽ പറഞ്ഞത്. ഇറാഖിയൻ, മെസപ്പൊട്ടോമിയൻ ഊറുകാരനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ നാട്ടുകാര് ഈ പറഞ്ഞ പോലെ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച ആൾക്കാരാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സുന്ദരമായ ഒരു ഡ്രാമാറ്റിക്, നാടകീയമായ ഒരു ചിത്രീകരണം ഖുർആൻ കൊണ്ടുവരുന്നുണ്ട്. നക്ഷത്രങ്ങൾ ആകാശത്ത് തിളങ്ങിയപ്പോൾ പറഞ്ഞു ആ നക്ഷത്രങ്ങളാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ പറഞ്ഞു ആ സൂര്യനാണ്. ചന്ദ്രൻ വന്നപ്പോൾ പറഞ്ഞു ആ ചന്ദ്രനാണ് എൻ്റെ ദേവൻ, എൻ്റെ ആരാധ്യൻ, എൻ്റെ ദൈവം. അസ്തമിക്കുമ്പോൾ പറയൂ ഇത് അസ്തമിച്ചു പോയല്ലോ, അസ്തമിക്കുന്നതിനൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. ഒടുവിൽ അസ്തമിക്കാത്ത അള്ളാഹുവിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ ചുരുക്കട്ടെ, കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കും. നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു. ഒടുവിൽ നിരീശ്വരവാദികളായി. അവരെന്താ പറഞ്ഞത്? മാഹിയ ഇല്ല വമാ ഹയാതുന ഇല്ല ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ഇതൊക്കെ ഖുർആൻ അച്ചട്ടം പറഞ്ഞതാണ്. ഈ ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതമില്ല. ഇവിടെ തന്നെയാണ് ജനം, ഇവിടെ തന്നെയാണ് മൃതി. കാലമല്ലാതെ മറ്റൊന്നും നമ്മളെ നശിപ്പിക്കില്ല. കാലവാദികൾ, ദഹരീയങ്ങൾ, നിരീശ്വരവാദികൾ. അവരോട് നബി പറഞ്ഞു, കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല അല്ലാഹു, കല്ലും മരവുമല്ല. നമ്മുടെ ആസിം മാഷാ അല്ലാഹ് ഒരുപാട് ആയിരങ്ങൾക്ക് പ്രചോദനമായ അള്ളാഹുവിൻ്റെ പരീക്ഷണവും അനുഗ്രഹവും ഒന്നിച്ച് സമ്മേളിച്ച ബഹുമാനപ്പെട്ട ആസിം, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ.
മാഷാ അല്ലാഹ്. അപ്പൊ അതാണ്. അപ്പൊ അവർക്കൊക്കെ വലിയ ആദരവാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ആ ഭാഗം ദീർഘിപ്പിച്ച് ഇങ്ങനെ കറങ്ങി പറയുകയല്ല. ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക് മിഥ്യാപവാദത്താൽ മറഞ്ഞു ഇവരുടെ മിഥ്യാപവാദം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്. അല്ലാഹുവിൻ്റെ ഈ പ്രകാശം, പുണ്യ നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് പ്രകാശം എന്നാണ്. ഖദ് ജഅഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. പക്ഷേ യുരീദൂന, അവര് വിചാരിക്കുന്നത് നാവിട്ടടിച്ചാൽ വാചക കസർത്തലുകൾ കൊണ്ട് ഈ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കൊടുത്താമെന്നാണ്. പക്ഷേ യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്, ഊതിക്കെടുത്താം എന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. വലാകിൻ യഅബല്ലാഹു, അള്ളാഹു സമ്മതിച്ചിട്ട് വേണ്ടേ അവർക്കത് സാധ്യമാകുവാൻ. അള്ളാഹു പക്ഷേ അത് സമ്മതിക്കുന്നില്ല. ഇല്ല അൻ യുതിമ്മ നൂറ, നബി കൊണ്ടുവന്ന ഈ പ്രകാശം അതിന്റെ പൂർണ്ണതയിൽ പ്രശോഭിക്കുക തന്നെ ചെയ്യും. അതിന്റെ പുലർച്ചയാണ് ആ വാക്കുകൾ. മുഴക്കിയിടുവീൻ മുഴക്കിയിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. അപ്പൊ നമ്മളിവിടെ നിന്നാണ് വിഷയം മാറിയത്. തറൽ ഹുഫാത്ത, ഞാൻ ദീർഘിപ്പിച്ച് പറയല്ല, ഈ ഹദീസിന്റെ ഒരു സാക്ഷാത്കാരം മനസ്സിലാക്കാൻ ഇത്ര നോക്കിയാൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിൽ 1950 ദുബൈ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. 2000 ദുബൈ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ ദുബൈ എന്ന് പറയുന്നത് ഞാൻ ദുബൈൻ്റെ ആളായിട്ടല്ല, GCCയിലെ ഏറ്റവും വലിയ സിറ്റി ദുബൈ ആണല്ലോ. 2025 കൊച്ചിക്ക് തികയില്ല 2000 ദുബൈ. നിങ്ങൾ എൻ്റെ മുഖത്തിങ്ങനെ നോക്കണ്ട, ഡൗട്ട് ഉണ്ടേ നോക്ക്. 2025 കൊച്ചിക്ക് തികയില്ല വികസനത്തിന്റെ കാര്യത്തിൽ 2000 ദുബൈ സിറ്റി. ബാക്കി എന്തിനു പറയണം? ബുർജ് ഖലീഫ ഒക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. 950 പറയണ്ടല്ലോ. എണ്ണ കണ്ടുപിടിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി മിഡിൽ ഈസ്റ്റിന് അല്ലെങ്കിൽ ഗൾഫിന് GCCക്ക് ഒരു പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല. മലയാളികൾ ആദ്യമായിട്ട് പോയതും GCCയിലേക്കല്ല, ഇങ്ങോട്ടേക്കാണ്. മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും സിലോണിലേക്ക് വരെയാണ്. ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മൈൻഡ് ചെയ്യുന്ന രാജ്യ. ആലോചിച്ചോക്കണം. വെറുതെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇന്നാണ് നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകും. നമ്മുടെ ഉപ്പാപ്പന്മാര് പോയ നാടാണ് സിലോൺ. വലിയ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽസ് ആയിരുന്നു അവിടെ. എന്നിട്ടും ആൾക്കാർ ഗൾഫിലേക്ക് പിന്നെ പോയത്. ഇപ്പോഴാണ് അവിടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നത്. പക്ഷേ ഇത് 2000 പോലും അവിടെ അത്രയും അവികസിതമാണെങ്കിൽ, ഇപ്പൊ 2025 ഗൾഫിൽ പോകാത്ത ആൾക്കാർ വിചാരിക്കും ഗൾഫ് എന്ന് പറഞ്ഞാൽ മുഴുവനും ഈ പറഞ്ഞ പോലെ എലാസ്റ്റിക്കും ഫൈബറും പൊന്നും പവിഴവും തന്നെയാണ്. 2025 തിരുവനന്തപുരം ജില്ലയുടെ വികസനം എത്താത്ത ഒട്ടനേകം റിമോട്ട് ഏരിയകൾ ഈ പറയുന്ന ഏറ്റവും വികസനമെത്തി എന്ന് പറയുന്ന GCCയിലെ UAE പോലും ഉണ്ടാവും. ബാക്കി സൗദിയും ഒക്കെ ഒഴിവാക്കി എന്ന് പറയണ്ട. അതാണ് അവിടെയുള്ള കഥ. പക്ഷെ അത് 1500 കൊല്ലം മുമ്പ് എങ്ങനെയായിരിക്കും ആ നാട് പറയണ്ട. ആ നാടാണ് റസൂൽ അടയാളപ്പെടുന്നത്. അന്തറൽ ഹുഫാത്ത, ചെരുപ്പില്ലാത്ത
ഒരു ചെരുപ്പ് വിശേഷ സന്ദർഭത്തിൽ മാത്രമേ അറബികളങ്ങ് ചെരുപ്പ് ധരിക്കുള്ളൂ. സാധനം ഇല്ല, നമ്മളും അങ്ങനെ തന്നെ. അറബികളെ കുറ്റം പറയേണ്ട, നമ്മളും അങ്ങനെ തന്നെ അല്ലേ? ഇന്ന് കുട്ടികൾക്ക് സുഭിക്ഷതയാണ്, ധാരാളിത്താണ്, ആർഭാടാണ്. എല്ലാവർക്കും വസ്ത്രത്തിന്റെ കൂമ്പാരാണ്. വസ്ത്രം അണിയുന്ന മുറിയിലേക്ക് ചെന്നാൽ കൺഫ്യൂഷനാണ്. ഏതാണ് ഇപ്പൊ ഇടുക, പിന്നെ ഏതാണിയ, ഇതണിയണോ ഇതണിയണോ ഇതണിയണോ? കരൊപ്പിക്കുന്ന കുപ്പായൊക്കെ ഇന്ന് വന്നതല്ലേ, അന്നുണ്ടായിനോ? കുപ്പായത്തിന്റെ കളർ ഏതാണ്? അത് തന്നെ മുണ്ടിന്റെ കര, അത് തന്നെ വാച്ചിന്റെ സ്റ്റാപ്പിന്റെ പട്ടാന്റെ കളറ്, ഏതാണ് ചുരിദാറിന്റെ ഡിസൈൻ, അത് തന്നെ ചെരുപ്പിന്, അത് തന്നെ വളക്ക്, അത് തന്നെ മാലക്ക്, അത് തന്നെ അന്നന്ന് ഉപയോഗിക്കുന്ന ഫോണിന്റെ കേസ്, ഇതൊക്കെ ഇന്നുണ്ടായല്ലേ? ഏതാണ് അണിയേണ്ടത് എന്ന് അന്തിച്ചു നിൽക്കേണ്ട വിധം ആർഭാടം നിറഞ്ഞ വസ്ത്രമഹലുകളായി, ടെക്സ്റ്റൈൽസുകളായി വീടിലെ അളമാറകൾ മാറി. ഇന്ന് അന്നെങ്ങനേനു? ഏതാണ് അണിയേണ്ടത് എന്ന് കൺഫ്യൂഷൻ ആവുന്ന വിധം ഫുട്വെയർ തുടങ്ങാൻ മാത്രമുള്ള ചെരുപ്പുകളാണ് ഓരോ വീട്ടിലും. ഫുട്വെയർ തുടങ്ങാൻ മാത്രമുള്ള ചെരുപ്പുകൾ, ക്രോക്കറി തുടങ്ങാൻ മാത്രം ഇനിയും ബാക്കിയാവുന്ന പാത്രപ്പര, അത്രയും പാത്രങ്ങൾ അടുക്കളയിൽ, അതിന്റെ സ്റ്റോറൂമുകളിൽ. നമ്മളും അങ്ങനെ തന്നെയായിരുന്നു. ആ അറബികളും പണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാത്തവരാണ്. ഇന്നാണ് അവർക്കും നമുക്കുണ്ടായത്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റസൂൽ പറയുന്നതാണ്, അങ്ങനെയുള്ള അറബികൾ യതഫാവലൂന ഫിൽ ബുന്യാൻ, കെട്ടിടമുണ്ടാക്കി മത്സരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചു, പക്ഷേ ദീൻ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടൂല എന്നുള്ളൊരു തോന്നലുണ്ട്. അറബി ഭാഷ പഠിച്ചാലേ ഇസ്ലാമിൻ്റെ മധുരം കിട്ടും. അത് അറബിയുടെ ഒരു ട്രാൻസ്ലേഷനും ഒരു തർജ്ജമയും ഒരു ഇംഗ്ലീഷും ഒരു ടർക്കിഷും ഇസ്ലാമിൻ്റെ ആന്തരിക സൗന്ദര്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകില്ല. കാരണം ഖുർആന്റെയും ഹദീസിൻ്റെയും ഭാഷ അറബിയായതുകൊണ്ട്. ചിലപ്പോൾ ചില പുതിയ ആശയക്കാർ പറയും, വെള്ളിയാഴ്ചയൊക്കെ ഖുതുബ എന്തിനാണ് ഇങ്ങനെ അറബിയിൽ ഓതുന്നത്, മനസ്സിലാവുന്നില്ലല്ലോ. ഞാനതിൻ്റെ പ്രമാണം വെച്ചൊന്നും പറയുന്നില്ല, പരാക്ഷേപമല്ല. പക്ഷെ അത് ഫിലോസഫിക്കലി ഒരു നൺ സെൻസാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ ഹദീസിൻ്റെ ഭാഷ പഠിക്കൂ എന്ന് മുസ്ലിമീങ്ങളോട് പറയുന്നതിന് പകരം അറബി മാറ്റി നിങ്ങൾ മലയാളത്തിലാക്കൂ എന്ന് പറയുന്നത് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട് ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ഫിലോസഫി. ബാക്കിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവിടെയുള്ള വാക്കാണ് തത്വാവലൂന. തത്താവല എന്ന് പറഞ്ഞാൽ നീളം കൂട്ടി മത്സരിക്കുക. രണ്ടട്ടി ബിൽഡിങ്ങുകളില്ലാത്ത ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനം, അറബികൾ നീളം കൂട്ടിയ ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കും. ഇതിൽ കേവലം ബുർജ് ഖലീഫയെ മനസ്സിൽ വെച്ച് പറയുന്നതല്ല. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ കോൺക്രീറ്റിന്റെ കാടുകളായി അറേബ്യ മാറിയ ഒരു കാലത്ത് 2036 സൗദി ലോകകപ്പ് നടത്താൻ പോകുന്ന പ്രപ്പോസ്ഡ് പ്ലാൻഡ് സിറ്റി ഇനി ഉണ്ടായിട്ട് വേണം. നിലവിൽ ഉണ്ടായ സിറ്റിയിലല്ല, KSAയിൽ 36 വേൾഡ് കപ്പ്. ജിദ്ദക്കടുത്തുള്ള കടൽ പൂഴിയിട്ട് മണലിട്ട് നികത്തിയിട്ട് കോണിഷ് ആറടംബര സിറ്റി കെട്ടിയിട്ട് ഇനി അതിൽ വേണം ലോകകപ്പ് നടത്താൻ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് ഉണ്ട് ഗൾഫിൽ അറേബ്യയിൽ. 890ഓളം മീറ്റർ പൊക്കമുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. ഇനി അതിനേക്കാളും പൊക്കമുള്ള ബിൽഡിംഗ് വരും അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ മണ്ണായ ഹിജാസിൽ. 5-10 കൊല്ലത്തിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷയുടെ മിനിമം ചാർജ് എത്ര? 35 റുപ്യ. മുകളിലോട്ട് ചുമരുമ കൂടി പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ മിനിമം ചാർജിന് പോയി വരാൻ പറ്റാത്ത ബിൽഡിംഗ് ഉണ്ട്. ഇങ്ങനെ മുകളിൽ വരെ എത്തിയിട്ട് മീറ്റർ നോക്കിയിട്ട് ഓട്ടോ ഡ്രൈവർ പറയും 60 റുപ്യേൻ്റെ ഓട്ടോ ഉണ്ട്. അതാണ് പറഞ്ഞതിൻ്റെ മലയാളം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടട്ടി ബിൽഡിംഗ് ഇല്ലാത്ത കാലത്താണ് ഇത് പറഞ്ഞത്. അപ്പോൾ അവിടെ 2 വിഷയം, ദീൻ മനസ്സിലാക്കാൻ 2 വിഷയം. ഒന്ന്, ആ പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നു, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രണ്ടാമത്തേത്, ഇത് പുലരാത്ത കാലത്തെ സഹാബികൾ അത് കേട്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് അത് അവിശ്വസിച്ചില്ല എന്നുള്ളത്. ആടെയാണ് ദീനിന്റെ മധുരം. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞോ, എന്നാൽ ഉണ്ടായിരിക്കും.
അവരുടെ വിശ്വാസത്തിന്റെ ഒരു ബോധ്യം നോക്ക്. ഞാൻ ഇന്നലെ ആകാശത്തിന്റെ മുകളിൽ പോയി തിരിച്ചു വന്നു, അള്ളാനെ കണ്ടു, നിസ്കാരം കിട്ടി എന്ന് റസൂലുള്ള പറയുമ്പോഴേക്ക് ഇൻ കാലഫഖദ സദഖ. അതാണ് അൽ ഇസ്ലാമു അത്തസ്ദീഖു ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയുന്നതിനെ അപ്പടി വിശ്വസിക്കുന്നതിന്റെ പേരാണ് അൽ ഇസ്ലാം. അല്ലാതെ നാസ പറഞ്ഞു, മൈക്കിൾ എച്ച്ഹാർട്ട് പറഞ്ഞു, വള്ളത്തോള് പറഞ്ഞു, കുഞ്ചൻ നമ്പ്യാർ പാടി, അതൊക്കെ ഒരു പൊടിപ്പിനും തൊങ്ങലിനും ഒരു മല്ലി മസാല വിതറുകയാണ്. ഇസ്ലാമിന്റെ മർമ്മം അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചൊക്കെ, ഒരു 100 കൊല്ലം മുമ്പ് ഈ കടുവാപ്പള്ളി ഓലമേഞ്ഞ ഓടുമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ, ഓലമേഞ്ഞ പള്ളിയായിരിക്കുമല്ലോ അന്ന് പറയുകയാണ്. ഇനി അതിനേക്കാളും ഗതിയില്ലാത്തൊരു കാലത്ത് പറയുകയാണ്, ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി, ഈ നാട് അമ്പരചുംബികളായ ബിൽഡിങ്ങുകളായി മാറുന്നു പറഞ്ഞാൽ, അന്ന് ആ പ്രസംഗം നടത്തിയ ഖതീബിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ടാവുന്ന നാട്ടുകാർ പറയൂലേ, ഉസ്താദേ നിങ്ങളെ നമ്മൾ ജോലിക്ക് നിയമിച്ചു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ ഒന്ന് മയത്തിൽ തള്ളണം എന്ന് പറയൂലേ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏത് കാലത്താ റസൂലുള്ളാഹിന്റെ ഈ പ്രവചനം? ഞങ്ങൾ കാട്ടിച്ചതും ഒട്ടകം കാട്ടിച്ചതും ഒരുപോലെ. അതാണ് ആ കാലത്തിന്റെ അവസ്ഥ സഹാബികൾ പറഞ്ഞത്. നമ്മൾ ഈ ഗാസാന്റെ ഒക്കെ ന്യൂസ് വായിക്കുന്നുണ്ടല്ലോ, അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. ഞാൻ ആരെയും ചെറുതാക്കുകയല്ല. ഹമാസിന്റെ പോരാളികൾക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, ഗാസക്കാർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, എതിരാളികളെ അള്ളാഹു തകർക്കട്ടെ. പക്ഷെ അത് ചരിത്രപരമായ ആവർത്തനമാണ്.